ഫ്രണ്ട്സ്, നിങ്ങളുടെ ബന്ധത്തിൽ തുടർച്ചയായ റെഡ് ഫ്ലാഗ്സ് കാണുകയാണെങ്കിൽ ഒരു കാരണവശാലും അതിനെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്താണ് റെഡ് ഫ്ലാഗ്സ്? നിങ്ങളുടെ ബന്ധത്തിൽ പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത വേദനകളും പ്രതിസന്ധികളും നേരിടേണ്ടി വരുമെന്നുള്ള സൂചനകളാണ് അല്ലെങ്കിൽ മുന്നറിയിപ്പുകളാണ് ഈ റെഡ് ഫ്ലാഗ്സ് എന്ന് അറിയപ്പെടുന്നത്. അത് അവരുടെ ചെറിയ ചെറിയ പെരുമാറ്റ ദൂഷ്യത്തിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. സാധാരണയായി കണ്ടുവരുന്ന റെഡ് ഫ്ലാഗ്സ് എന്ന് പറയുന്നത്, ഒന്ന്, റെസ്പെക്റ്റ് ഇല്ലാത്ത കമ്മ്യൂണിക്കേഷൻ. അതായത് നിരന്തരം നിങ്ങളെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുക, ഡിസ്റെസ്പെക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനിൽ നിരന്തരം ചീത്ത വാക്കുകൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീലിങ്സിന് യാതൊരു പരിഗണന നൽകാതിരിക്കുക. ഇതൊരു രീതിയിലുള്ള റെഡ് ഫ്ലാഗ് ആണ്. ഓർക്കുക, ഈ റെസ്പെക്റ്റ് ഇല്ലാത്തിടത്ത് ഹെൽത്തി ലവ് നിലനിൽക്കില്ല. രണ്ടാമത് വരുന്ന റെഡ് ഫ്ലാഗ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ഇല്ലായ്മയാണ്. അതായത് ഇന്ന് നല്ല രീതിയിലുള്ള സ്നേഹത്തോടെയുള്ള കമ്മ്യൂണിക്കേഷൻ, പിന്നീട് അങ്ങോട്ട് 2 ദിവസത്തേക്ക് കാണില്ല. വീണ്ടും എന്തെങ്കിലും ഒഴിവുകഴിവുകൾ പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിക്കേഷന് വേണ്ടി വരിക. ഇതും ഒരു രീതിയിലുള്ള റെഡ് ഫ്ലാഗ് ആണ്. അതുപോലെ തന്നെ അവരെന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും നിങ്ങളുടെ മുകളിൽ കൊണ്ടിടുക. ബേബി അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ പറഞ്ഞത്, ബേബി അങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്തത്, അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ബേബി എന്ത് വിചാരിക്കും? ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്, എല്ലാം എൻ്റെ തെറ്റാണ്. ഒരു സെൽഫ് ബ്ലെയിമിങ്ങിലേക്ക് നമ്മൾ അറിയാതെ തന്നെ മാറിക്കൊണ്ടേയിരിക്കും. അതായത് അവർ ചെയ്യുന്ന തെറ്റുകളുടെ ഉത്തരവാദിത്തം മുഴുവൻ നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരിക. അതുപോലെ തന്നെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും, എന്തൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാലും അവർ സൈലൻസ് കീപ്പ് ചെയ്യുക, നമ്മളെ ഒരു ക്വസ്റ്റ്യൻ മാർക്കിലേക്ക് കൊണ്ടെത്തിക്കുക. ഇതും ഒരു രീതിയിലുള്ള റെഡ് ഫ്ലാഗ് ആണ്. അതുപോലെ തന്നെ അവർ എപ്പോഴെങ്കിലും ഒറ്റപ്പെടുന്ന സമയത്ത് നമ്മൾ അവൈലബിൾ ആയിട്ടിരിക്കണം. അല്ലാത്തപ്പോൾ അവരെ പിന്നെ കാണാൻ കഴിയില്ല. ഏതെങ്കിലും രീതിയിൽ നമ്മളെ ചൂഷണം ചെയ്യുക, സാമ്പത്തികമായിട്ടോ മറ്റേതെങ്കിലും രീതിയിൽ ചൂഷണം ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക, നമ്മൾ അവിടെ അവൈലബിൾ ആയിട്ടിരിക്കുക. അതല്ലെങ്കിൽ നമ്മളെ തെറിവാക്കുകൾ ഉപയോഗിക്കുക. ഇതും ഒരു രീതിയിലുള്ള റെഡ് ഫ്ലാഗ് ആണ്. അപ്പോൾ ഇതുപോലെയുള്ള സൂചനകൾ നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും അത് ഇഗ്നോർ ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൂചനകളാണിത്. പക്ഷേ പലപ്പോഴും പലരും ഇത് ഇഗ്നോർ ചെയ്യാറാണ് പതിവ്. കാരണം അവരുടെ സ്നേഹം നഷ്ടപ്പെടുമോ, നിങ്ങൾ ഒറ്റപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ട് നിങ്ങൾ ഈ റെഡ് ഫ്ലാഗ്സിനെ ഇഗ്നോർ ചെയ്യാനായിട്ട് ശ്രമിക്കും. എന്നാൽ സത്യാവസ്ഥ എന്തെന്നാൽ, ഈ റെഡ് ഫ്ലാഗ്സിനെ നിങ്ങൾ അവഗണിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളെ ജീവിതകാലം പിന്തുടരുന്ന ഒരു വേദനയായിട്ട് മാറുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ സൂചനകളെ മനസ്സിലാക്കി ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറേണ്ട സമയമാണെങ്കിൽ പിന്മാറുവാനായിട്ട് ശ്രമിക്കുക.